ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ദൈവകൃപയാൽ നിശ്ചയ ബൈബിൾ ക്വിസിന്റെ പഴയ നിയമം അനുഗ്രഹമായി പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. പങ്കെടുത്ത എല്ലാവർക്കും വളരെ അനുഗ്രഹമായിരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ പുതിയ നിയമ ബൈബിൾ ക്വിസ് ദൈവം അനുവദിച്ചാൽ ഇന്നു മുതൽ നമ്മൾ തുടങ്ങുകയാണ്. തിങ്കൾ, വ്യാഴം ഈ 2 ദിവസങ്ങളിലായിരിക്കും നമുക്ക് ബൈബിൾ ക്വിസ് ഉണ്ടായിരിക്കുന്നത്. പുതുതായി പങ്കെടുക്കുന്നവർക്ക് വേണ്ടി നിബന്ധനകളൊന്ന് പറയാം. എല്ലാ ചോദ്യങ്ങൾക്കും ഒരുമിച്ച് തന്നെ ഉത്തരങ്ങൾ അയക്കുക. അതുപോലെ തന്നെ എല്ലാ ഉത്തരത്തോടൊപ്പം അതിൻ്റെ റെഫറൻസും ആവശ്യമാണ്. മത്തായി സുവിശേഷത്തിൽ നിന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അത് ആ പുസ്തകത്തിൽ നിന്ന് മാത്രമായിരിക്കും ചോദ്യം ചോദിക്കുന്നത്, അല്ലാതെ മറ്റൊരു പുസ്തകത്തിൽ നിന്നായിരിക്കില്ല അതിൻ്റെ ചോദ്യം വരുന്നത്. പലപ്പോഴും അതിൻ്റെ റെഫറൻസ് മറ്റു പുസ്തകങ്ങളിൽ നിന്ന് താരതമ്യപ്പെടുത്തി ചോദിച്ചേക്കാം. എന്നാൽ മെയിനായിട്ടുള്ള ചോദ്യം മത്തായി സുവിശേഷത്തിൽ നിന്ന് തന്നെ ആയിരിക്കും. ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഉത്തരങ്ങൾ അയക്കുവാനുള്ള സമയം തിങ്കളാഴ്ച ഇടുന്ന ചോദ്യത്തിന് തിങ്കളാഴ്ച 5 മണിക്ക് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച 5 മണി വരെ അതിന് ഉത്തരം പറയുവാനുള്ള സമയമുണ്ടായിരിക്കും. എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കുക. ഉത്തരം അയക്കേണ്ടത് ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ തന്നെയാണ്. അത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഉത്തരം അയക്കേണ്ടതെന്ന്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. ഫോണിൽ യൂട്യൂബ് എടുക്കുക. അവിടെ മുകളിൽ സെർച്ച് ബാറിൽ സിയോൺ ബൈബിൾ ക്വിസ് ആൻഡ് പ്രോഗ്രാംസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ ഇതുപോലെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ വ്യൂ ചാനൽ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഇതുപോലെ കാണാം. അവിടെ മുകളിൽ കാണുന്ന വീഡിയോ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ വീഡിയോകൾ കാണുവാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് നമ്മുടെ ഉത്തരം അയക്കേണ്ട വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ 1, 2, 3 എന്ന് നമ്പറിട്ട് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഉത്തരം അയക്കാം. ഇവിടെ ടൈപ്പ് ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് മറ്റൊരു വഴി കൂടി പറഞ്ഞു തരാം. മറ്റൊരു വഴി എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലെ വാട്സപ്പ് എടുക്കുക. വാട്സപ്പ് എടുത്തതിന് ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, അതായത് നിങ്ങളുടെ മക്കൾക്കോ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഒന്ന് നമ്മൾ മെസ്സേജ് അയക്കുന്നത് പോലെ എടുത്തിട്ട് അവിടെ നമ്മുടെ ഉത്തരങ്ങളെല്ലാം ഒന്ന് ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വിരൽ അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കട്ട്, കോപ്പി അങ്ങനെ ചില ഓപ്ഷനുകൾ കാണാം. അവിടെ നിന്ന് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നേരെ യൂട്യൂബിൽ വന്നതിന് ശേഷം അവിടെ കമൻറ്റ് ബോക്സിൽ അവിടെ ഒന്ന് വിരൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പേസ്റ്റ് എന്ന് കാണാം. ആ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത ഉത്തരങ്ങളെല്ലാം ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇതുപോലെ സെൻഡ് ചെയ്താൽ മതി. ഉത്തരങ്ങൾ അയക്കേണ്ട വിധം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ആദ്യം ഉത്തരം അയക്കുന്ന 10 പേരെയാണ് നമ്മൾ വിജയികളായിട്ട് തിരഞ്ഞെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ലൈവിൽ ഒരഭിപ്രായം വന്നിരുന്നു, വിജയികളെ നെറുക്കിട്ടെടുക്കണമെന്ന്. അങ്ങനെ എടുക്കുന്നതിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. കാര്യം പ്രവാസി ആയതുകൊണ്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് അതൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോഴത്തേനും ഒരുപാട് സമയമെടുക്കും. അപ്പോൾ നമുക്ക് എല്ലാവരുടെ ഉത്തരങ്ങൾ നോക്കിയെടുക്കുവാനായിട്ട്, അല്ലെങ്കിൽ എല്ലാവരുടെ ഉത്തരങ്ങൾ പരിശോധിച്ച് നെറുക്കെടുക്കുവാനൊക്കെ ഉള്ള ഒരു സമയം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ആദ്യം ഉത്തരം അയക്കുന്ന 10 പേരെ നമ്മൾ വിജയികളായിട്ട് തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ വചനം വേഗത്തിൽ വായിച്ച് തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുക. അതിനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിശ്ചയ ബൈബിൾ ക്വിസിന്റെ പഴയ നിയമത്തിൽ നിന്ന് നമ്മൾ 5 പ്രോത്സാഹന വിജയികളെ തിരഞ്ഞെടുത്തിരുന്നു. ആ 5 വിജയികൾക്കുള്ള സമ്മാനങ്ങൾ, ചെറിയ ചെറിയ പ്രോത്സാഹന സമ്മാനങ്ങൾ കൊടുക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. ആ വിജയികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. വേഗത്തിൽ തന്നെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ ചോദ്യങ്ങൾ മത്തായി സുവിശേഷം 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ്. ആദ്യ 3 ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓപ്ഷൻ ഉണ്ട് എന്ന് കരുതി ആരും റഫറൻസ് എഴുതുവാൻ വിട്ടുപോകരുത്. റഫറൻസോടുകൂടി തന്നെ എല്ലാ ഉത്തരങ്ങളും വായിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. വേഗത്തിൽ ചോദ്യങ്ങളിലേക്ക് പോകുന്നു. ആദ്യത്തെ ചോദ്യം ഇതാണ്: മത്തായി സുവിശേഷത്തിൽ ആദ്യ ശിഷ്യർ ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു? ഓപ്ഷൻ എ വ്യാപാരം, ഓപ്ഷൻ ബി കൃഷി, ഓപ്ഷൻ സി മത്സ്യബന്ധനം, ഓപ്ഷൻ ഡി ചുങ്കപ്പിരിവ്. ചോദ്യം ഒരിക്കൽ കൂടി പറയാം.
മത്തായി സുവിശേഷത്തിൽ ആദ്യ ശിഷ്യർ ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു? ഓപ്ഷൻ എ വ്യാപാരം, ഓപ്ഷൻ ബി കൃഷി, ഓപ്ഷൻ സി മത്സ്യബന്ധനം, ഓപ്ഷൻ ഡി ചുങ്കപ്പിരിവ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇതാണ്: കടലിലെ കാറ്റ് ശാന്തമായപ്പോൾ ശിഷ്യന്മാർ യേശുവിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഓപ്ഷൻ എ നീ പ്രവാചകനാണ്, ഓപ്ഷൻ ബി നീ രാജാവാണ്, ഓപ്ഷൻ സി ഇവൻ ആരാകുന്നു, ഓപ്ഷൻ ഡി നീ ദൈവപുത്രൻ. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. കടലിലെ കാറ്റ് ശാന്തമായപ്പോൾ ശിഷ്യന്മാർ യേശുവിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഓപ്ഷൻ എ നീ പ്രവാചകനാണ്, ഓപ്ഷൻ ബി നീ രാജാവാണ്, ഓപ്ഷൻ സി ഇവൻ ആരാകുന്നു, ഓപ്ഷൻ ഡി നീ ദൈവപുത്രൻ. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് ഏത് പ്രവചനത്തിൽ നിന്നുള്ള വാക്കുകൾ ഉദ്ധരിച്ചാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ യോവേൽ പ്രവചനം, ഓപ്ഷൻ ബി ഹോശേയ പ്രവചനം, ഓപ്ഷൻ സി ആമോസിൻ്റെ പ്രവചനം, ഓപ്ഷൻ ഡി മീഖയുടെ പ്രവചനം. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് ഏത് പ്രവചനത്തിൽ നിന്നുള്ള വാക്കുകൾ ഉദ്ധരിച്ചാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ യോവേൽ പ്രവചനം, ഓപ്ഷൻ ബി ഹോശേയ പ്രവചനം, ഓപ്ഷൻ സി ആമോസിൻ്റെ പ്രവചനം, ഓപ്ഷൻ ഡി മീഖ പ്രവചനം. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. നാലാമത്തെ ചോദ്യം ഇതാണ്: യോസഫ് സ്വപ്നത്തിൽ ദൂതനെ കണ്ടത് എത്ര പ്രാവശ്യമാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. യോസഫ് സ്വപ്നത്തിൽ ദൂതനെ കണ്ടത് എത്ര പ്രാവശ്യമാണ്? അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: യേശു ആദ്യം സൗഖ്യമാക്കിയത് ആരെയാണ്? യേശു ആദ്യം സൗഖ്യമാക്കിയത് ആരെയാണ്? ആറാമത്തെ ചോദ്യം ഇതാണ്: ഒരുവൻ്റെ വിശ്വാസം കണ്ടിട്ട് യേശു പറഞ്ഞ പ്രവചനം എന്താണ്? ആറാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഒരുവൻ്റെ വിശ്വാസം കണ്ടിട്ട് യേശു പറഞ്ഞ പ്രവചനം എന്താണ്? ഏഴാമത്തെ ചോദ്യം ഇതാണ്: യേശു മത്തായിയെ വിളിച്ചതിന് ശേഷം പരീശന്മാർ ചോദിച്ച ആദ്യ ചോദ്യം എന്തായിരുന്നു? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. യേശു മത്തായിയെ വിളിച്ചതിന് ശേഷം പരീശന്മാർ ചോദിച്ച ആദ്യ ചോദ്യം എന്തായിരുന്നു? എട്ടാമത്തെ ചോദ്യം ഇതാണ്: ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവർ കയ്യിൽ പിടിക്കരുതെന്ന് പറഞ്ഞത് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവർ കയ്യിൽ പിടിക്കരുതെന്ന് പറഞ്ഞത് എന്താണ്? ഒൻപതാമത്തെ ചോദ്യം ഇതാണ്: ജ്ഞാനികൾ യേശുവിനെ കാണുവാൻ എവിടെയാണ് എത്തിയത്? ജ്ഞാനികൾ യേശുവിനെ കാണുവാൻ എവിടെയാണ് എത്തിയത്? പത്താമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്: രണ്ടു പേർക്ക് ലഭിക്കുന്ന ഒരേ കാര്യം എന്താണ്? ആർക്കൊക്കെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. രണ്ടു പേർക്ക് ലഭിക്കുന്ന ഒരേ കാര്യം എന്താണ്? ആർക്കൊക്കെയാണ്? ഇത്രയുമാണ് മത്തായി സുവിശേഷത്തിൽ നിന്നുള്ള നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ചോദ്യം മനസ്സിലാകാത്തവർ ഒരു പ്രാവശ്യം കൂടെ വീഡിയോ ഒന്ന് കാണുക. വേഗത്തിൽ തന്നെ വന്ന് ഒരു സംശയവും ചോദിക്കരുത്. നിങ്ങളൊന്ന് ശ്രമിക്കുക. ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്തെങ്കിലും സംശയം ചോദിക്കാം. സംശയം ചോദിക്കേണ്ട ഒരു ചോദ്യവുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണും വരെയും കർത്താവിൻ്റെ ചിറകടിയിൽ നമ്മെ മറയ്ക്കട്ടെ. ആമേൻ.